സിന്ദൂരരേഖ ഭാഗം 66. അവളുടെ നനഞ്ഞ മുടി ആകെ അഴിഞ്ഞു വീണു. ഇടുപ്പോളമുള്ള മുടി ആകെ നനഞ്ഞു കുതിർന്നിരുന്നു. അമ്മാളു അവനെ ഞെട്ടലോടെ നോക്കി. എന്താ മനുവേട്ട ഇത്? അത് ഞാൻ മര്യാദയ്ക്ക് കെട്ടിവെച്ചിരുന്നതല്ലേ? അമ്മാളു അവനെ നോക്കി മുഖം ചുളിച്ചു. നീ തല തോർത്താദ്യം. മനു അവളുടെ അടുത്തേക്ക് തന്നെ ആ മുണ്ട് തിരികെ കൊടുത്തു. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അത് കയ്യിലേക്ക് വാങ്ങി അവൾ തല തോർത്തി. ശേഷം അവനും വാങ്ങി അവൻ്റെ തല തോർത്തി. പക്ഷേ അവൻ തല തുവർത്തിയപ്പോൾ അമ്മാളും അത് നോക്കി നിന്ന് പോയി. നമ്മളൊക്കെ മുടിയാകെ ഇളക്കി പറിച്ചെടുക്കുന്നത് പോലെയാണ് തല തുവർത്തുന്നതെങ്കിൽ അവൻ മുടിയെ സ്നേഹിക്കുന്നത് പോലെയാണ് തുടച്ച് വെള്ളം കളയുന്നത്. അതിനെ തൊടുന്നത് മുടി പോലും അറിയുന്നുണ്ടാവില്ല. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് മുടി ഹാൻഡിൽ ചെയ്യുന്നത്. അമ്മാളു ചിന്തിച്ചു പോയി. പോകാം. അത് കഴിഞ്ഞ് മനു ചോദിച്ചതും അമ്മാളും അറിയാതെ തന്നെ തലയാട്ടി. മനുവേട്ടൻ ഇങ്ങനെയാണോ തല തുവർത്തുന്നത്? തിരികെ വീട്ടിലേക്ക് നടക്കും വഴി അമ്മാളു എന്തോ അത്ഭുതം കണ്ടതുപോലെയാണ് അവനോടത് തിരികെ ചോദിച്ചത്. യെസ്, നമ്മൾ ഇങ്ങനെയാണ് മുടിയെ കെയർ ചെയ്യേണ്ടത്. അതർവൈസ് അവർ ഹെയർ വിൽ ഗെറ്റ് ഡാമേജ്ഡ്. മനു പറഞ്ഞതും എല്ലാം മനസ്സിലായി എന്ന രീതിയിൽ അവൾ തലയാട്ടി. അല്ലാതെ നീ ചെയ്തതുപോലെ മുടിയോട് ചെയ്യുവാണെങ്കിൽ ദാ ഇതുപോലെ ഫുള്ളി ഡാമേജ്ഡ് ആയി പോകും. അവൻ അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ മുടി പിടിച്ച് വലിച്ചു മാറ്റി. ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ നിങ്ങളുടെ പോലെയൊക്കെ തന്നെ എൻ്റെ മുടിയും കിടക്കും. ഇത് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതിന് ഐ ഡോണ്ട് ഹാവ് ഡൺ എനി ട്രീറ്റ്മെൻറ്റ്സ് ഇൻ മൈ ഹെയർ. എൻ്റെ മുടി ബൈ ബേർത്ത് ഇങ്ങനെ തന്നെയാണ്. അവളെ കളിയാക്കുന്നത് പോലെ അവൻ പറഞ്ഞതും അവളുടെ മുഖം വീണ്ടും വീർത്ത് വന്നു. അമ്മാളു അവൻ്റെ അടുത്തുനിന്ന് നീങ്ങി നിന്നു. അവളുടെ മുടി ആകെ എടുത്ത് കെട്ടിവെക്കാൻ ഒരുങ്ങി. അമ്മു, ഡോണ്ട് ടൈ യുവർ ഹെയർ. പിന്നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ മുടി ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ എൻ്റെ മുടിയുടെ കാര്യം നോക്കണേ? ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ മുടി കെട്ടും. അത് പറഞ്ഞ് അമ്മാളു വീണ്ടും മുടിയെടുത്ത് കെട്ടിവെക്കാൻ ഒരുങ്ങി. അമ്മു എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചു. ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തനിക്കടുത്തേക്ക് നിർത്തി. ലുക്ക് യുവർ സെൽഫ്. ഈ വേഷത്തിലാണ് അങ്ങോട്ട് കയറി ചെല്ലാൻ പോകുന്നത്. അവളുടെ ദേഹത്തേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അമ്മാളു ഞെട്ടലോടെ അവളുടെ ദേഹത്തേക്ക് നോക്കി. ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആയിരുന്നു. ടീഷർട്ട് ദേഹത്തോട് ഒട്ടിക്കിടക്കുവാണ്. അത് കണ്ടതും അമ്മാളു ഞെട്ടലോടെ വീണ്ടും മനുവിനെ നോക്കി. മനുവേട്ട. പതർച്ച നിറഞ്ഞ ശബ്ദത്തിൽ അമ്മാളു അവനെ വിളിച്ചു. അവനാണെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ് എന്ന രീതിയിൽ നിൽക്കുവാണ്. ഇതാ പറയുന്നത്, മൂത്തവർ പറഞ്ഞാൽ അനുസരിക്കണമെന്ന്. മര്യാദയ്ക്ക് ആ മുടി അഴിച്ചിട്. മനു ഗൗരവത്തിൽ പറഞ്ഞതും ഇത്തവണ അനുസരണയുള്ള കുട്ടികളെ പോലെ അവൾ മുടി വേഗം അഴിച്ച് അത് മുന്നിലേക്കിട്ടു. അവളുടെ പിന്നിലായിട്ട് മനുവും നടന്നു. രണ്ടുപേരും തറവാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ അമ്മ ഉമ്മറപ്പടിയിൽ അവരെ കാത്തുന്നത് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞ് കുളിച്ച് രണ്ടും കൂടി എവിടെ നിന്ന് വരുവാ? അവർ വന്നപ്പോൾ തന്നെ അമ്മ അവരോട് അല്പം ദേഷ്യത്തിലാണ് ചോദിച്ചത്. അമ്മ, മനുവേട്ടൻ എന്നെ കുളത്തിൽ തള്ളിയിട്ടു. എടുത്ത വായ്ക്ക് അമ്മാളും അപ്പം തന്നെ കൈ ഒഴിയുന്ന പോലെ പറഞ്ഞു കളഞ്ഞു. മനുവാണെങ്കിൽ അവളുടെ ആ മറുപടിയിലാകെ പതറി. അവൻ ഇടം കണ്ണാലെ അമ്മയെ നോക്കി. അമ്മ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. മോളെ നീ കുളത്തിൽ തള്ളിയിട്ടോ? അമ്മയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം. മനു ഒന്നും മിണ്ടാതെ അമ്മാളുവിനെ നോക്കി. രണ്ടിനും ഞാൻ നല്ലത് തരും. പോയി കുളിച്ച് ഡ്രസ്സ് മാറാൻ നോക്കിക്കോ. രണ്ട് കുഞ്ഞുവാവുകൾ ഇറങ്ങിയിരിക്കുന്നു. അമ്മ രണ്ടുപേരെയും ചെവിക്ക് പിടിക്കാനായി വന്നപ്പോഴേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് വഴുതി മാറി രണ്ടുപേരും അകത്തേക്ക് ഓടി. നിനക്ക് ഞാൻ തരാം. പോകും വഴി മനു അവളെ പിടിക്കാനോങ്ങി അവളോടായി പറഞ്ഞതും അമ്മാളു വേഗത്തിൽ ഓടിക്കളഞ്ഞു. മുറിയിലെത്തി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലേക്ക് പോകാനുള്ള സമയമായി. ഉണ്ണിയേട്ടൻ വന്നില്ലല്ലോ മനുവേട്ടാ. കുളിച്ചു കഴിഞ്ഞ് ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മാളും അവനോട് പറഞ്ഞു. ചിലപ്പോൾ തിരക്കായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ ടൈം എടുക്കും. ദേവനിലയത്തിലും ദൂരമില്ല ഇങ്ങോട്ടേക്ക്. അവൻ പറഞ്ഞതും അമ്മാള് മൂളി. പിന്നെ എന്തിനാ ഇതിനൊക്കെ വന്നിട്ട്? ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ. മനു ഒരുതരം പുച്ഛത്തോടെ വീണ്ടും പറഞ്ഞു. വാ അടച്ചോ മനുവേട്ടാ, ദൈവദോഷം പറയാൻ നിൽക്കണ്ട. അമ്മാളു അവനെ വഴക്കു പറഞ്ഞു. മനു. ഇരുവരും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽക്കൽ നിന്ന് അമ്മ വിളിക്കുന്ന ശബ്ദം. മനു അമ്മാളുവിനെ ഒന്ന് നോക്കി. ശേഷം അവൻ വേഗം പോയി വാതിൽ തുറന്നു. മനു, ഹോസ്പിറ്റലിൽ എന്തോ പ്രശ്നം. വാതിൽ തുറന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു. അമ്മയുടെ മുഖത്ത് ആകെ പരിഭ്രമം, ഒരുതരം പേടി പോലെ. എന്ത് പ്രശ്നം? അതറിയില്ല. ഉണ്ണി വിളിച്ചിരുന്നു. നിന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. നിന്റെ ഫോണിലേക്ക് അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞതും മനു കണ്ണടച്ചൊന്ന് തുറന്നു. വർഷങ്ങളായി ഹോസ്പിറ്റലിൻ്റെ പടി ഇറങ്ങിയിട്ട്. പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. എന്താവശ്യമുണ്ടെങ്കിലും വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും. അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മനസ്സില്ലായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് മനു ഒന്ന് ആലോചിച്ചു. അവൻ്റെ മനസ്സ് നിമിഷ നേരം കൊണ്ട് ആകെ കലങ്ങി മറിഞ്ഞു. ഞാൻ പൊക്കോളാം.
മനു പറഞ്ഞിട്ടും അമ്മ അവനെ തന്നെ നോക്കി. ഞാൻ പൊക്കോളാം, അമ്മ പൊക്കോ. ഉറപ്പോടെ അവൻ പറഞ്ഞതും അവനെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് അമ്മ തിരികെ നടന്നു. അമ്മ പോയി കഴിഞ്ഞതും മനു ഫോൺ എടുത്ത് നോക്കി. ഉണ്ണി ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഫോൺ സൗണ്ട് കുറവായതുകൊണ്ട് കേട്ടില്ല. എന്താ മനുവേട്ടാ? നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന അവൻ്റെ മുഖഭാവം കണ്ടതും അമ്മാളു ഒരുതരം ഭയത്തോടെയാണ് അവനെ വിളിച്ചത്. പെട്ടെന്ന് അവൾ വിളിക്കുന്നത് കേട്ടതും അവൻ മുഖത്തിന് ഒരയവ് വരുത്തിക്കൊണ്ട് അവളെ നോക്കി. അമ്മു, നീ അമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് പൊക്കോ, ഞാൻ ഉണ്ണിയായിട്ട് നേരെ അങ്ങോട്ട് വന്നേക്കാം. മനു അങ്ങനെ പറഞ്ഞിട്ടും അമ്മാളു അവനെ തന്നെ നോക്കി നിന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനുവേട്ടാ? അമ്മാളു വീണ്ടും അവനോട് ആകുലതയോടെ ചോദിച്ചു. അവളുടെ മുഖം കണ്ടതും മനു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ചു കാണിച്ചു. അമ്മാളുവിനെ അമ്മയുടെ കൂടെ നിർത്തി അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? അവൾ അമ്മയോടും ചോദിച്ചു. എന്താണ് പ്രശ്നമെന്ന് ഉണ്ണി എന്നോട് പറഞ്ഞില്ല, ഏട്ടനോട് പറയാമെന്നാ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷമാണ് മനു ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത്. അമ്മ പറഞ്ഞതും അത് വിശ്വാസം വരാത്ത രീതിയിൽ അമ്മാളും അമ്മയെ നോക്കി. അമ്മ അവളെ നോക്കി അതേന്ന രീതിയിൽ തലയാട്ടി. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ് പിന്നീട് മനു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. അവിടുത്തെ എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. അമ്മ പറഞ്ഞതും അമ്മാളു അതെല്ലാം ഞെട്ടലോടെ കേട്ടിരുന്നു. അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നീട് ഒരിക്കലും അവൻ അങ്ങോട്ട് പോയിട്ടില്ലെന്നുള്ളത് അവളിൽ ഒരുതരം ഞെട്ടലുണ്ടാക്കി. അമ്പലത്തിൽ പൂജകൾക്കും മറ്റു ചടങ്ങുകൾക്കും ഒക്കെ നിൽക്കുമ്പോഴും മനുവും ഉണ്ണിയും തിരികെ വരുന്നുണ്ടോ എന്നായിരുന്നു അമ്മാൾ പുറത്തേക്ക് നോക്കിയിരുന്നത്. അവർക്കാർക്കും ഒന്നും വരുത്തല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതേ എന്നവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മനു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാറിലിരുന്ന് ഉണ്ണിയെ വിളിച്ചു. എന്താ പ്രശ്നം? ആരാ? ഇത്ര രണ്ടും മാത്രമാണ് മനു ചോദിച്ചത്. ഉണ്ണി ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനു ഫോൺ വെച്ചിരുന്നു. ശരവേഗത്തിൽ മനുവിൻ്റെ കാർ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. അമ്പലത്തിലെ ചടങ്ങുകളും പൂജകളും ഒക്കെ കഴിഞ്ഞപ്പോഴും മനു ഉണ്ണിയും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയിട്ടില്ല. അതുകൂടിയായതും അമ്മാളും ആകെ ടെൻഷനാവാൻ തുടങ്ങി. പക്ഷേ അമ്മയുടെ മുഖത്ത് അത്ര വലിയ ടെൻഷനൊന്നും കാണുന്നില്ല. മനുവേട്ടനും ഉണ്ണിയേട്ടനും വന്നില്ലല്ലോ അമ്മേ? അവൾ ആകുലതയോടെ അമ്മയോട് വീണ്ടും ചോദിച്ചു. പക്ഷേ അപ്പോഴും അമ്മ അവർ വരും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അമ്പലത്തിൽ നിന്ന് തിരികെ തറവാട്ടിലെത്തിയിട്ടും മനു വന്നിട്ടില്ല. അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വിളിച്ചോ ഇല്ലയോ എന്നറിയാനും പറ്റിയില്ല. വീട്ടിലേക്കെത്തി അമ്മാളും ആദ്യം തന്നെ പോയി ഫോൺ നോക്കി. പക്ഷേ അതിലാരും വിളിച്ചിട്ടില്ല. മനുവിനെ വിളിച്ചു നോക്കി, എടുക്കുന്നില്ല. ഉണ്ണിയെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ ഫോൺ എടുത്തു. എവിടെയാടാ ഉണ്ണിയേട്ടാ? എടുത്തപ്പോൾ തന്നെ ഒരു ഹലോ പോലും പറയാതെ കപട ദേഷ്യത്തിൽ അവൾ അവനോട് ചോദിച്ചു. ഞങ്ങൾ ദേവനിലയത്തിലുണ്ട്, ഇവിടെ ഒരു ഇൻ്റർനാഷണൽ മീറ്റിംഗ് നടക്കുവാണ്. ഏട്ടൻ അതിലാണ്, അതാ ഫോൺ എടുക്കാത്തത്. ആണോ? ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞാണല്ലോ പോയത്, പിന്നെ വിളിച്ചില്ല. എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കരുതി ഞാൻ പേടിച്ചു. അയ്യേ, നീ ഇത്രേ ഉള്ളൂ, പേടിത്തൊണ്ടി. ദേ ഉണ്ണിയേട്ടാ. അവൻ അവളെ കളിയാക്കിയതും അമ്മാളും അവനെ ദേഷ്യത്തിൽ വിളിച്ചു. ശരിയെങ്കിൽ ചിലപ്പോൾ ഇന്ന് വരാൻ അല്പം വൈകും കേട്ടോ, ചിലപ്പോൾ നാളെ രാവിലെയും ആകും. കുറച്ച് കഴിഞ്ഞ് ഏട്ടൻ ഫ്രീ ആകുമ്പോൾ നിന്നെ വിളിക്കും. ശരി ഉണ്ണിയേട്ടാ. ഉണ്ണി പറഞ്ഞതും അമ്മാളു സമാധാനമായിട്ടാണ് ഫോൺ വെച്ചത്. അവൾ ഇക്കാര്യം പറയാനായിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് എത്തി. ശ്രീയമ്മ എന്ന് വിളിച്ച് അവൾ അവരുടെ മുറിയിലേക്ക് വന്നു. എന്തോ? ഉണ്ണിയേട്ടൻ വിളിച്ചു. അവർ ദേവനിലയത്തിലുണ്ടത്രേ, എന്തോ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ആണെന്ന്. അതുകൊണ്ടാണ് മനുവേട്ടൻ ഫോൺ എടുക്കാത്തത്. ആണോ? ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന്. അമ്മ പറഞ്ഞതും അമ്മാള് മൂളി. ഇന്ന് ചിലപ്പോൾ രണ്ടും അവിടെ നിൽക്കും. സാധാരണ ഇങ്ങനെ മീറ്റിംഗ് വരുമ്പോൾ അങ്ങനെയാണ്. ആ, അത് ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞു. ചിലപ്പോൾ ഇന്ന് വൈകി വരും, അല്ലെങ്കിൽ നാളെ രാവിലെ എത്തുള്ളൂ എന്ന്. ആ, എങ്കിലും മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങോട്ട് പോരെ, അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഇവിടെ എൻ്റെ കൂടെ കിടക്കാമല്ലോ. അമ്മ പറഞ്ഞതും ഒന്ന് ആലോചിച്ചപ്പോൾ അത് നല്ലതാണെന്ന് കരുതി. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, എന്തെങ്കിലും പ്രശ്നമായാലോ. ഇനി ഒറ്റയ്ക്ക് കിടക്കണ്ടെന്ന് ആലോചിച്ച് അമ്മാളു അമ്മ പറഞ്ഞതുപോലെ ഡ്രസ്സ് മാറി തിരികെ വരാനായി മുകളിലേക്ക് പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.